بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمه والله عليم حكيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1805 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജുറാത്തിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. صدق الله العلي العظيم. സൂറത്തുൽ ഹുജറാത്തിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ എത്തി നിൽക്കുന്ന 6-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം ചില മര്യാദകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തെ പഠിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. അത്തരം കാര്യങ്ങളാണ് പ്രതിപാദിച്ചിരുന്നത്. മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എല്ലാ കാര്യങ്ങളിലും ഒരു അവസാന ആശ്രയമായി പരിഗണിക്കാൻ, എല്ലാ കാര്യത്തിലും ഒരു തീർപ്പ് കൽപ്പിക്കുന്ന നിർദ്ദേശം അള്ളാഹുവിൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നും ഉള്ളത് അവലംബിക്കാൻ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുന്ന കാര്യമാണ് തുടക്കത്തിൽ നമ്മൾ കാണുകയുണ്ടായത്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ മറികടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിർദ്ദേശം അള്ളാഹു നമ്മുടെ മുന്നിൽ വെക്കുന്നത്. തുടർന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിലുള്ള ശബ്ദം ആക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്, അദ്ദേഹത്തോട് ഒച്ചയിട്ട് നിങ്ങൾ
സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. നിങ്ങൾക്ക് ഇടയിൽ പരസ്പരം പലരും ഒച്ചയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾ ചെയ്യാനിടയായാൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും പാഴായി പോകാൻ അത് കാരണമാകും എന്ന് അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. അതുപോലെ ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതന്റെ അടുക്കൽ നിലകൊള്ളുന്ന ആളുകൾ അവരുടെ ഹൃദയങ്ങളിൽ ദൈവഭക്തിയുള്ളവരാണോ എന്ന വിധത്തില് പരീക്ഷണത്തിന് വിധേയമായ ആളുകളാണ്. ആ പരീക്ഷണങ്ങളിൽ, അത്തരം പരീക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ആളുകളാണ്. അവർക്ക് പാപമോചനവും മഹത്തരമായ പ്രതിഫലവും ഉണ്ട് എന്നുകൂടി അള്ളാഹു ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് അല്ലെങ്കിൽ കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടുകൾക്ക് പുറകിൽ നിന്നായിട്ട് അദ്ദേഹത്തെ ഉച്ചത്തിൽ വിളിക്കുകയുണ്ടായ ആളുകള് യാതൊരു നിലക്കും ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നവരല്ല, ബുദ്ധി പ്രയോജനപ്പെടുത്താത്ത ആളുകളാണ് അവർ. യഥാർത്ഥത്തിൽ അവര് സഹനം അവലംബിച്ച് ക്ഷമ കാണിച്ച് താങ്കൾ അവരുടെ അടുക്കലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുന്നത് വരെ കാത്തു നിൽക്കുകയായിരുന്നെങ്കിൽ അതായിരുന്നു അവർക്ക് എത്രയോ ഉത്തമമായിരുന്നത് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുകയുണ്ടായത്. ഈ ആയത്തുകളിലൊക്കെയും തന്നെ ചില മര്യാദകളാണ് വിശേഷിച്ച് ഇസ്ലാമിലേക്ക് സമീപകാലത്ത് കടന്നു വന്ന ആളുകളെ അള്ളാഹു പ്രത്യേകമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ചില സാമൂഹ്യ മര്യാദകളാണ് പഠിപ്പിക്കുന്നത് എന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് മറ്റൊരു സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്നത്. 6 മുതൽ 8 വരെയുള്ള ആയത്തുകളിൽ അങ്ങനെ ഒരു സംഭവമാണ് പരാമർശിക്കപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, 6-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്: സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖായ മനുഷ്യൻ വരികയാണ്. മലയാളത്തില് മുഫസ്സിറുകള്, മലയാളം ട്രാൻസ്ലേറ്റേഴ്സ് പലപ്പോഴും തെമ്മാടികൾ എന്നോ തെമ്മാടിയായ ഒരാള് എന്നൊക്കെ വിവർത്തനം ചെയ്ത് കാണും. ഫാസിഖ് എന്നത് മുത്തഖി എന്നതിന്റെ നേർ വിപരീത പദമാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഭയഭക്തിയുള്ള, സൂക്ഷ്മതയുള്ള, ശ്രദ്ധയുള്ള ആളാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഭയഭക്തിയോ ശ്രദ്ധയോ സൂക്ഷ്മതയോ അടിസ്ഥാനപരമായ സത്യസന്ധതയോ കാണിക്കാത്ത ഒരാളാണ് ഫാസിഖ്. അതാണ് നമ്മൾ തെമ്മാടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പലപ്പോഴും അതിനപ്പുറത്തേക്ക് അർത്ഥതലങ്ങളുള്ള ഒരു പദമായിട്ടാണ് ഈ മലയാളത്തില് തമ്മാടി എന്ന വാക്ക് നമുക്ക് ആ വാക്ക് നൽകുന്ന സൂചനയായിട്ട് തോന്നാറുള്ളത്. അത്രത്തോളം ഉണ്ടോന്നുള്ളത് പദം ഉപയോഗിക്കുന്ന ഓരോ പശ്ചാത്തലം അനുസരിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഒരു ഫാസിഖ് നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അള്ളാഹുവിനെ ഭയമില്ല, സൂക്ഷ്മതയില്ല, ശ്രദ്ധയില്ല, സത്യസന്ധതയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരാള് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിലുള്ള പരിവർത്തനം ജീവിതത്തിൽ വേണ്ട വിധത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരാളെ ഫാസിഖ് എന്ന് വിളിക്കാം. അയാള് മുസ്ലിം സമൂഹത്തിലെ അംഗമൊക്കെ ആയിരിക്കും, അല്ലാത്തവരും കാണും. ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായതിനു ശേഷവും ഈമാന്റെ ഒരു പ്രതിഫലനം അയാളിൽ ഉണ്ടാകുന്നില്ല, തഖ്വയുടെ ഒരു അടയാളങ്ങളൊന്നും അയാളിൽ കാണാൻ കഴിയുന്നില്ല എന്ന ഒരവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖ് വരുന്നുവെങ്കിൽ, ബിനബഇൻ, ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ടാണ് അയാൾ വരുന്നത് എങ്കിൽ, ഫതബയ്യനു, നിങ്ങളത് സൂക്ഷ്മമായി പരിശോധിക്കണം. എന്താണ് അയാൾ കൊണ്ടുവന്ന വാർത്ത, അത് എത്രത്തോളം ആശ്രയിക്കാൻ പറ്റുന്നതാണ് എന്നത്. കാരണം വാർത്ത കൊണ്ടുവന്ന ആള് അത്ര
പന്തിയുള്ള ആളല്ല, റിലയബിൾ ആയ ആളല്ല, ആശ്രയിക്കാൻ പറ്റുന്ന ആളല്ല. മാത്രമല്ല മൂപ്പരുടെ ട്രാക്ക് റെക്കോർഡ് ഒട്ടും ശരിയല്ല. സത്യസന്ധതയുടെ കാര്യത്തിലോ ജീവിതത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതയുടെ കാര്യത്തിലോ ദൈവഭക്തിയുടെ കാര്യത്തിലോ വിശ്വാസപരമായ ദാർഢ്യതയുടെ കാര്യത്തിലോ ഒന്നും തന്നെ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് നല്ലതായിട്ടുള്ള ഒരാളല്ല എന്ന് സങ്കല്പിച്ചോളൂ. അങ്ങനെ ഒരാള് നിങ്ങളുടെ അടുക്കൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ട് വരികയാണെങ്കിൽ അതിനെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വല്ലതുമൊക്കെ ചെയ്യാനോ വല്ല പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനോ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് അതേപടി വിഴുങ്ങിയിട്ട് പ്രവർത്തനത്തിലേക്ക് കടക്കരുത്. നിങ്ങൾ ഒരു ആക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അയാൾ കൊണ്ടുവന്ന വാർത്തയൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം, അത് പഠിക്കണം. കാരണം കൊണ്ടുവന്ന ആളുടെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ അയാൾ പറഞ്ഞ കാര്യം അണ്ണാക്ക് തൊടാതെ അങ്ങ് വിഴുങ്ങുന്നത് വലിയ അപകടമായിരിക്കും. ഇതാണ് അള്ളാഹു പറയുന്നതിന്റെ ചുരുക്കം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെയും ജാഅക്കും ഫാസിഖുൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖ് വരുന്നു, ബിനബഇൻ, ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ട്. നബ എന്ന് പറഞ്ഞാല് ദൈനംദിന ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ല, പ്രാധാന്യമുള്ള ഒരു വാർത്തക്കാണ് നബ എന്ന് പറയാം. അങ്ങനെ നബ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ടല്ലോ, അമ്മ യതസാഅലൂന അനിൻ നബഇൽ അളീം എന്ന് തുടങ്ങുന്ന ഒരു സൂറത്ത്. അതിഭയങ്കരമായ ഒരു വാർത്തയെ കുറിച്ചാണോ അവര് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആ വിധത്തിൽ തുടങ്ങുന്ന ഒരു സൂറത്ത്. അപ്പൊ നബ എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുള്ള ഒരു കാര്യം, പ്രാധാന്യമുള്ള ഒരു വാർത്ത, ഒരു ഇൻഫർമേഷൻ എന്നൊക്കെയാണ് സൂചന. അപ്പോ വിശ്വാസികളോടായിട്ട് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വലിയൊരു വാർത്തയുമായിട്ട് വരികയാണ്. അയാൾ പക്ഷെ അത്ര ആശ്രയിക്കാൻ കൊള്ളുന്ന ഒരാളല്ല, അയാളൊരു ഫാസിഖാണ്, മുത്തഖിയല്ല. തഖ്വയുടെ ലക്ഷണങ്ങളൊന്നും അയാളുടെ ജീവിതത്തിലോ പ്രവർത്തനത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും പ്രകടാകുന്ന തരത്തിലുള്ള ഒരാളല്ല. അയാൾ പറഞ്ഞത് അതേപടി അങ്ങ് കണ്ണു ചിമ്മി വിശ്വസിക്കുക എന്നത് നമുക്കത്ര യോജിച്ച ഒരു സംഗതിയല്ല. അങ്ങനെ ഒരാളാണ് എങ്കിൽ ഫതബയ്യനും, നിങ്ങളത് സൂക്ഷ്മമായിട്ട് വിശദമായിട്ട് പരിശോധിക്കുകയും പഠിക്കുകയും വേണം. എന്തിനാണ്? അൻതുസീബു ഖൗമൻ ബിജഹാലത്തിൻ, നിങ്ങളുടെ അജ്ഞത കാരണമായി ഒരു ജനതയെ വിപത്തിൽ അകപ്പെടുത്താൻ ഇടയുണ്ട്. ഇപ്പോ ഒരു ഗോത്രത്തെ കുറിച്ചോ ഒരു സമൂഹത്തെ കുറിച്ചോ ഒക്കെയാണ് ഇയാൾ കൊണ്ടുവന്ന വാർത്ത. അത് അത്യന്തം സ്ഫോടനാത്മകമായതാണ്. അവര് നിങ്ങൾക്കെതിരില് പല നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്ന വിധത്തിലുള്ള വാർത്തയാണെങ്കിൽ ഓരോ സന്ദർഭത്തിന്റെ പ്രാധാന്യം പോലെ ഇരിക്കും. നിങ്ങള് ഒരുപക്ഷെ അവർക്ക് എതിരിൽ ഇറങ്ങി പുറപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അവര് കൂടുതൽ അപകടകാരികളാകുന്നതിന് മുമ്പ് തന്നെ അവരെ അമർച്ച ചെയ്യുകയാണ് നല്ലത് എന്നൊക്കെ തീരുമാനിച്ച് നിങ്ങൾ അവരുടെ മേൽ ചാടി വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരാള് നിങ്ങളുടെ അടുക്കൽ ഒരു വാർത്ത കൊണ്ടുവന്നു, അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ. അപ്പൊ അത് നിങ്ങള് അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാതെ സൂക്ഷ്മമായിട്ട് അത് പഠിക്കാതെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും പരിശോധിക്കാതെ നിങ്ങളൊരു നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് നിങ്ങളൊരു സമൂഹത്തെ അപകടപ്പെടുത്താനിടയുണ്ട്. അൻതുസീബു, അവർക്കൊരു മുസീബത്ത് ഉണ്ടാക്കുകയാണ് നിങ്ങൾ. എങ്ങനെ? ബി ജഹാലത്തിൻ, നിങ്ങളുടെ ജഹാലത്ത് കാരണമായി, നിങ്ങളുടെ അജ്ഞത കാരണമായി. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു എന്നതിനാൽ നിങ്ങൾ ഒരു സമൂഹത്തിനെതിരിൽ തിരിയാണ്, അവർക്കെതിരിൽ ഒരു ആക്രമണം അഴിച്ചുവിടുക, അല്ലെങ്കിൽ അവരെ അപകടപ്പെടുത്തുക ആണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ അവർക്കെതിരിൽ നിങ്ങൾ സ്വീകരിച്ച നടപടിയുടെ പേരിൽ, നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഖേദിക്കുന്നവരായി നിങ്ങൾ മാറേണ്ടി വരും. ഒരു കൂട്ടരെ പറ്റി, ഒരു കുടുംബത്തിനെ പറ്റി അവര് നമ്മളോട് വലിയ ശത്രുത കാണിക്കുന്നവരാണ്, അവര് നമുക്ക് എതിരിൽ വലിയ ചതി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ
അത് പരിശോധിക്കാതെ ആ കുടുംബത്തിനെതിരിൽ അല്ലെങ്കിൽ ആ ഗോത്രത്തിനെതിരിൽ നിങ്ങൾ ചാടി പുറപ്പെടുകയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ആ കുടുംബം നിങ്ങളോട് വളരെ സൗഹൃദം കാണിച്ചിരുന്ന നല്ല ആളുകളുടെ കുടുംബമായിരുന്നു. അവര് നിങ്ങളോട് ഒരു ശത്രുതയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തെറ്റായ ഒരു വാർത്ത നമ്മളിലേക്ക് ഒരാൾ എത്തിച്ചതാണ് എന്നൊക്കെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഖേദിക്കാനിടയാവുകയും ചെയ്യും. അപ്പൊ ഇത് മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇസ്ലാമിക സമൂഹം ഒരു ഉമ്മത്ത്, ഒരു സമൂഹം എന്ന നിലക്ക് വളരെ ജാഗ്രതയുള്ളവരായിട്ട് തന്നെ കാര്യങ്ങള് വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് ഈ വിവരണത്തിലൂടെ. ഇത് സൂറത്തിന്റെ അവതരണ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന്, ഒരു പ്രത്യേക സംഭവവുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന കാര്യം ഇസ്ലാമിക ലോകത്ത് ഖുർആൻ പണ്ഡിതന്മാർക്കിടയിൽ വലിയ യോജിപ്പുള്ള ഒരു സംഗതിയാണ്. അതിൽ വലിയ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. ആ സംഭവം അത്രയും മഷ്ഹൂറായിരുന്നു, ആളുകൾക്ക് അറിയുന്നതും പ്രസിദ്ധവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അത് ഒരു യോജിപ്പോട് കൂടിയാണ് ഇതിനെ ഇസ്ലാമിക പണ്ഡിതന്മാരും മനസ്സിലാക്കുന്നത്, ഈ പരാമർശം. അപ്പൊ ഈ ആയത്ത് ഒന്നുകൂടി നോക്കുക, നമുക്ക് അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നീങ്ങാം. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖ് ഒരു വാർത്തയുമായിട്ട്, പ്രാധാന്യമുള്ള ഒരു വാർത്തയുമായിട്ട് വരുന്നുവെങ്കിൽ ഫതബയ്യനു, നിങ്ങൾ അതിന്റെ നിജസ്ഥിതി ശരിക്ക് പരിശോധിച്ചറിയണം. അത് നിങ്ങൾ ശരിക്കും തിബിയാൻ ചെയ്യണം. അതിന്റെ വസ്തുതകൾ എന്തൊക്കെയാണ് എന്നത് നിങ്ങൾ വിശദമായിട്ട് പഠിക്കണം. എന്തിനാണത്? അൻ തുസീബു ഖൗമം ബിജഹാല, നിങ്ങളുടെ അജ്ഞത കാരണമായി, വിവരദോഷം കാരണമായി ഒരു സമൂഹത്തെ അപകടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ അവരെ നിങ്ങളുടെ അറിവില്ലായ്മ കാരണമായിട്ട് അപകടപ്പെടുത്തുകയാണ് ഒരു കൂട്ടരെ എങ്കിൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ചെയ്തു പോയ കാര്യത്തിന്റെ പേരിൽ ഖേദിക്കുന്നവരായിട്ട് മാറും. നിങ്ങളിപ്പോ ഒരു കൂട്ടരെ കുറിച്ച് തെറ്റായ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരിൽ വല്ല നീക്കവും നടത്തി, അത് കുറെ പേരുടെ മരണത്തിന് കാരണമായി, അല്ലെങ്കിൽ ഒട്ടും ന്യായമില്ലാത്ത വിധത്തിൽ ഒരു സമൂഹത്തിന്റെ മേൽ അക്രമം അടിച്ചേൽപ്പിക്കേണ്ടി വന്ന ഒരു സംഗതിയായി അത് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അന്യായം ചെയ്തതിന്റെ പേരിൽ, അക്രമം ചെയ്തതിന്റെ പേരിൽ, ഒരു കൂട്ടരെ അപകടപ്പെടുത്തിയതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായ അറിവില്ലാതെ, കൃത്യമായ ധാരണയില്ലാതെ, നിജസ്ഥിതി ശരിയായ വിധത്തിൽ മനസ്സിലാക്കാതെ നിങ്ങൾ ചാടി പുറപ്പെടരുത്. അതിന്റെ മുമ്പ് ഒരു വാർത്ത കിട്ടിയാൽ അതിന്റെ നിജസ്ഥിതി സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണ് വേണ്ടത് എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. എന്നിട്ട് തുടർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അള്ളാഹു ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. വഅലമു, അറിയുക, അന്നഫീക്കും റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ ദൂതനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറച്ചു വെക്കുന്നതോ നിങ്ങൾക്ക് അറിയാത്തതോ ഒക്കെയായ പല കാര്യങ്ങളും അറിയാൻ ദൈവികമായ സാധ്യതയുള്ള ഒരാളാണല്ലോ അള്ളാഹുവിന്റെ ദൂതൻ. അദ്ദേഹത്തിന് ഗൈബായ കാര്യങ്ങൾ അറിയില്ല എന്ന നിലക്ക് നിലക്കൊണ്ട് നിങ്ങൾ പെരുമാറിയാൽ അത് നിങ്ങളെ തന്നെ വല്ലാതെ കൊച്ചാക്കി കളയും. അത് കാരണം അള്ളാഹുവിന്റെ പ്രവാചകന് ദൈവികമായി വെളിപ്പാടുകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധാരണ ഒരാളെ പോലെ കണ്ടുകൊണ്ട് അത് ആ പ്രവാചകന്റെ സാന്നിധ്യത്തിന് വേണ്ട വില കൽപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ അപഹാസിതരാക്കി മാറ്റും. അന്നഫീക്കും റസൂൽ അല്ലാഹ്, അറിയുക, നിങ്ങളുടെ ഇടയിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ട്. ലൗ യുതിഉകും ഫീ കസീരിൻ മിനൽ അംർ, നിങ്ങളെ
പല കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ദൂതൻ അനുസരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം കേട്ട് അതിനനുസരിച്ച് തുള്ളുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ പലരും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയോ നിർബന്ധം ചെലുത്തുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ഒക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ ദൂതൻ പ്രവർത്തിക്കുന്നതെങ്കിൽ മിക്ക കാര്യങ്ങളിലും ലാനിത്തും അത് നിങ്ങളെ തന്നെ വലിയ പ്രയാസത്തിൽ അകപ്പെടുത്തും. അള്ളാഹുവിന്റെ പ്രവാചകൻ ദൈവികമായി മാർഗദർശനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് വഹി ലഭിക്കുന്നുണ്ട്. ഏത് കാര്യത്തിലും അതിന്റെ ശരിതെറ്റുകള്, അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ദൈവികമായ അറിവ് അദ്ദേഹത്തിന് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് പരിഗണിക്കാതെ നിങ്ങൾ ഓരോ അഭിപ്രായം പറയുകയും അതില് വാശി പിടിച്ച് നിലക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നീങ്ങുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ അപകടപ്പെടുത്തും, നിങ്ങൾക്ക് തന്നെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹി ലൗ യുതീഉക്കും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും. എന്നാൽ അങ്ങനെ നിങ്ങൾ നബിയുടെ മേൽ അങ്ങനെ സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അഭിപ്രായം പറയാം, നിങ്ങളുടെ നിരീക്ഷണത്തിൽ വന്ന കാര്യങ്ങൾ പങ്കുവെക്കാം. അത് ഇരിക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ദൈവിക വെളിപ്പാടുകളുടെയോ മാർഗദർശനത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് നടപടികളിലേക്ക് നീങ്ങേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അതിൽ അമിതമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സമ്മർദ്ദം ചെലുത്തരുത്. നിങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളുടെ അഭിപ്രായം അതേപടി അനുസരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രയാസം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക. ലാനിത്തും അത് നിങ്ങൾക്ക് തന്നെ പ്രയാസകരമായിട്ട് മാറും. എന്നാൽ മനസ്സിലാക്കി വെക്കുക, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹി ലൗ യുതീഉക്കും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും. എന്നാൽ വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് സത്യവിശ്വാസം പ്രിയങ്കരമാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. നിങ്ങൾ ഓരോരുത്തരും ഈമാൻ ഇഷ്ടപ്പെടുന്ന, സത്യവിശ്വാസത്തിന്റെ ആ ജീവിത സരണി ഇഷ്ടപ്പെടുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് അതിനെ പ്രിയങ്കരമാക്കിയിട്ടുണ്ട്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു പ്രിയപ്പെട്ടതാക്കിയിട്ടുണ്ട് അൽ ഈമാൻ, സത്യവിശ്വാസം. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് അലങ്കാരമുള്ളത്, ശേതോഹരമായത് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ കേവലം ഇഷ്ടമല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു അഭിലാഷവും അതുപോലെ ഒരു ഇഷ്ടവും ഒക്കെയാക്കി സത്യവിശ്വാസത്തെയും നന്മയെയും ആ ജീവിത ദർശനത്തെയും ഒക്കെ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ അത് സ്ഥാപിച്ചിട്ടുണ്ട്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ സീനത്തുള്ളതാക്കിയിട്ടാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. ചില നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ അതിൽ വന്നു പെട്ടതൊന്നുമല്ല. സത്യവിശ്വാസം ഉൾക്കൊണ്ട് അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് നിങ്ങൾക്ക് വലിയൊരു അഭിനിവേശം ഹൃദയത്തിലുള്ളവരായിക്കൊണ്ട് അതിന്റെ ആളുകളായി മാറിയവരാണ് നിങ്ങൾ. അതേപോലെ തന്നെ വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, നിങ്ങൾക്ക് അവൻ വെറുപ്പുള്ളതാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടാത്തതാക്കിയിട്ടുണ്ട്. എന്ത്? അൽ കുഫ്ര, സത്യനിഷേധം, വൽ ഫുസൂഖ, സത്യസന്ധതയില്ലായ്ക അല്ലെങ്കിൽ ദൈവഭക്തി ഇല്ലായ്ക. ഫുസൂഖ് ഫാസിഖിന്റെ വേറെ രൂപമാണ്. വൽ ഇസ്യാൻ, അനുസരണക്കേട്, ധിക്കാരം. അപ്പൊ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നത്, സത്യസന്ധതയോ ദൈവഭയമോ ഇല്ലാതെ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്, സത്യനിഷേധത്തിന്റെ ആളുകളായി മാറുന്നതും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര വെറുപ്പുള്ളതാക്കി അള്ളാഹു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രകൃതം തന്നെ അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് പരിവർത്തനം ഉണ്ടാക്കിയിട്ടുള്ള, പ്രകൃതം തന്നെ പരിവർത്തിതമായിട്ടുള്ള ആളുകളാണ്. സത്യവിശ്വാസമാണ് നിങ്ങൾക്ക് വലിയ ഇഷ്ടം, അത് നിങ്ങൾക്ക് അതിനോട് വലിയ ഇഷ്ടമുണ്ട്, അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയൊരു
അഭിനിവേശമായിട്ട് നിലകൊള്ളുന്നുണ്ട്. സത്യനിഷേധത്തിനോട് നിങ്ങൾക്ക് വെറുപ്പാണ്. അതുപോലെ തഖ്വയില്ലായ്ക, ഭയഭക്തിയില്ലാത്ത, സത്യസന്ധതയില്ലാത്ത, അതുപോലെ യാതൊരു വിധത്തിലുള്ള മാർഗദർശനത്തിനെ അടിസ്ഥാനപ്പെടുത്താത്ത കാര്യങ്ങൾ, അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അതിനോട് വെറുപ്പുള്ളവരാണ്. വല്യഴ്സിയാൻ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അത് നിങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന കാര്യമാണ്. ആ വിധത്തിൽ നിങ്ങൾക്ക് അള്ളാഹു ഒരു തസ്കിയത്ത് നൽകിയിട്ടുണ്ട്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ്, ഈ ഗുണങ്ങൾ കൈവരിച്ച ആളുകളാണ് സന്മാർഗം സിദ്ധിച്ചവർ എന്നാണ് അള്ളാഹു പറയുന്നത്. ഫളലം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള വലിയൊരു ഔദാര്യമാണിത്. വനിഅമതൻ, അവന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു അനുഗ്രഹവുമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, നിശ്ചയമായിട്ടും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ് എന്നാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഒരു പ്രത്യേക സംഭവത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച അവതീർണമായ ആയത്തുകളാണ് ഈ 6 മുതൽ 8 വരെയുള്ള നമ്മൾ വായിച്ച ആയത്തുകൾ. അത് സംഭവം ഇങ്ങനെയാണ്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലത്തിൽ അത് മക്ക വിജയത്തിന് ശേഷമുള്ള ഒരു സംഭവമാണ്. അത് വലീദ് ബിനു ഉഖ്ബത്ത് ബിനു അബി മുഅയ്യത്ത് എന്ന പേരുള്ള ഒരാളെ കുറിച്ചാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കുന്നത് എന്നതാണ് മുഫസ്സിറുകൾ യോജിപ്പോടുകൂടി പറയുന്ന ഒരു കാര്യം. വലീദ് ബിനു ഉഖ്ബത്ത് ബിനു അബി മുഅയ്യത്ത് എന്നാണ് പേര് അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഫത്ഹ് മക്കയുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു സാധാരണ മനുഷ്യനാണ്. ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നത് ഇസ്ലാമിന് കീഴ്പ്പെട്ട് അദ്ദേഹം രാഷ്ട്രീയമായി വിധേയപ്പെട്ട ഒരാൾ. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആവേശത്തിൽ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളല്ല. സാഹചര്യമൊക്കെ മാറി, രാഷ്ട്രീയ സാഹചര്യമൊക്കെ അനുകൂലമായി ഒക്കെ വന്ന ഘട്ടത്തിൽ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വന്നല്ലോ. അപ്പം അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് വലീദ് ബിനു ഉഖ്ബത്ത് ബിനു അബി മുഅയ്യത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ തീക്ഷ്ണമായ ത്യാഗാനുഭവങ്ങൾ ഇസ്ലാമിക സമൂഹം അനുഭവിച്ച പ്രതികൂലവും അതുപോലെ കഠിനതരവും ഒക്കെയായ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈമാൻ വേണ്ട വിധത്തിൽ പരീക്ഷിക്കപ്പെടുകയുണ്ടായിട്ടില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രതിബദ്ധതയൊന്നും അദ്ദേഹം ജീവിതത്തിൽ പ്രകടിപ്പിച്ച് അത് തെളിയിച്ച ഒരാളൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരാളാണ്. അദ്ദേഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദൗത്യം ഏൽപ്പിച്ച സംഭവമാണ് ഇവിടെ പറയുന്നത്. ബനുൽ മുസ്തലിഖ് ഗോത്രം എന്നൊരു വിഭാഗം, അവര് ചെങ്കടലിന്റെ തീരത്തായിട്ട് അധിവസിച്ചിരുന്ന ഒരു അറബി ഗോത്രമാണ്. അവരുമായി നേരത്തെ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരോപണം ഉയർന്ന സംഭവങ്ങളൊക്കെ നമ്മൾ സൂറത്ത് നൂറിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് ബനുൽ മുസ്തലിഖിനെതിരിലുള്ള ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന ഘട്ടത്തിലാണ് ആ സംഭവം അരങ്ങേറുന്നത്. ആ ആരോപണം ഉയർന്ന സംഗതിയും അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിലേക്ക് മടങ്ങുന്നതിനിടയ്ക്ക് ഉണ്ടായ ചില സംഗതികളാണ്. അപ്പൊ അത് ഈ ഗോത്രമാണ്, ബനുൽ മുസ്തലിഖ് ഗോത്രം. ഇവര് ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്താണ് അധിവസിച്ചിരുന്നത്. ഒരു അറബ് ഗോത്രമാണ്. അവരുടെ കൂട്ടത്തില് അന്ന് തടവുകാരിയായി പിടിക്കപ്പെട്ടിരുന്ന ജുവൈരിയ, അവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിവാഹം ചെയ്തു. അവരുടെ ആ ഗോത്രത്തലവന്റെ തന്നെ മകളായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ. അവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ വിവാഹം ചെയ്ത സംഗതി നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതോടെ ഈ ബനുൽ മുസ്തലിഖ് ഗോത്രത്തിൽ നിന്ന് പിടിക്കപ്പെട്ട
തടവുകാരായ ആളുകളൊക്കെ സഹാബത്ത് സ്വതന്ത്രരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹ ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മുൽ മുഅ്മിനീനായി മാറിയ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ ഗോത്രത്തിൽ നിന്ന് തടവുകാരായി പിടിക്കപ്പെട്ട എല്ലാവരെയും സഹാബത്ത് സ്വതന്ത്രരാക്കുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് വളരെ ഉദാരമായ നിലപാടുകൾ മുസ്ലിം പക്ഷത്തു നിന്നുണ്ടായതിനെ തുടർന്ന് ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ ഉൾപ്പെടെയുള്ള ഈ ഗോത്രത്തിലെ ബാക്കി ആളുകളൊക്കെയും തന്നെ ഇസ്ലാമിലേക്ക് വന്നു. ഇതാണ് സംഭവം. അവര് മുസ്ലിം ഗോത്രമായി മാറി, ഇസ്ലാമിലേക്ക് വന്ന ഒരു കൂട്ടരായി മാറി. സ്വാഭാവികമായും അവരില് ഇസ്ലാമിക സന്ദേശത്തിന്റെ സ്വാധീനമൊക്കെ ഉണ്ടാകും. അവര് ആ നിലക്കുള്ള പരിവർത്തനത്തിനൊക്കെ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർക്കിടയിൽ അവരിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ചുമതലപ്പെടുത്തി അയക്കുന്നത്. അങ്ങനെ ചുമതലപ്പെടുത്തി അയക്കുന്ന ആള് ഈ വലീദ് ബിനു ഉഖ്ബത്ത് ബിനു അബി മുഅയ്യത്ത് എന്ന് പേരുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം മക്ക പ്രദേശത്തുകാരനാണ്. ഈ മക്ക വിജയത്തിന്റെ ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിച്ച് ബനുൽ മുസ്തലിഖ് ഗോത്രത്തിൽ പോയി അവരുടെ അടുക്കൽ നിന്ന് സക്കാത്ത് ശേഖരിച്ചു വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തി അയക്കുകയാണ്. അദ്ദേഹം പക്ഷേ ബനുൽ മുസ്തലിഖുകാരുടെ പ്രദേശത്ത് പോയിട്ട് അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ആളുകളൊന്നും കാണുകയോ അവരോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ വല്ലാത്തൊരു പരിഭ്രമം അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തി പിടികൂടുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ആരെയും കാണാൻ കൂട്ടാക്കാതെ തന്നെ തിരിച്ചു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ ഇയാള് സത്യവിശ്വാസത്തിന്റെ ഗുണങ്ങള് അതിനകം സ്വായത്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല വേണ്ട വിധം. ഒരു വിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. അതും അള്ളാഹുവിന്റെ പ്രവാചകനോടോ സഹാബത്തിനോടോ വന്ന് കളവ് പറയുക എന്നുള്ള സംഗതി സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ഒരാൾ ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ഈ മനുഷ്യൻ ചെയ്തത്, അദ്ദേഹം തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ഈ ബനുൽ മുസ്തലിഖ് ഗോത്രക്കാര് സക്കാത്ത് കൊടുക്കാൻ സന്നദ്ധരായില്ല, വിസമ്മതിച്ചു. അവര് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വരെ ശ്രമിച്ചു കളഞ്ഞു എന്നൊക്കെയാണ്. സക്കാത്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, സക്കാത്ത് തടഞ്ഞു എന്ന് മാത്രമല്ല, ഈ വലീദ് ബിനു ഉഖ്ബത്ത് ബിനു അബി മുഅയ്യത്ത് എന്ന പേരിലുള്ള ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായിട്ട് പോയ ആളാണല്ലോ. അയാളെ കൊന്നുകളയാൻ മുതിരുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം തടി രക്ഷപ്പെടുത്തി പോന്നതാണ് എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വന്ന് പറയുകയുണ്ടായത്. ഈ കാര്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാതെ കോപം വന്നു. ഈ ബനുൽ മുസ്തലിഖുകാരെ എന്ത് വില കൊടുത്തും അമർച്ച ചെയ്യുകയോ പാഠം പഠിപ്പിക്കുകയോ ചെയ്തേ പറ്റൂ എന്ന നിലക്ക് അവരെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചു. ചില റിപ്പോർട്ടുകൾ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ അയക്കുകയുണ്ടായി എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോ ബനുൽ മുസ്തലിഖ് ഗോത്രത്തലവൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ വാപ്പയാണ്. ഹാരിസ് ബിനു ലിറാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ അങ്ങനെ ആ ഘട്ടത്തിലാണ് ഹാരിസ് ബിനു ലിറാർ എന്ന ബനുൽ മുസ്തലിഖ് ഗോത്രത്തിന്റെ തലവൻ ഒരു പ്രതിനിധി സംഘവുമായിട്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരാൾ വന്നു പോയ കാര്യമൊന്നും, വലീദ് ബിനു ഉഖ്ബ വന്നു പോയ കാര്യമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് വന്നപ്പോഴാണ്, ഹാരിസ് ബിനു ലിറാർ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാദർ ഇൻ ലോ ആണ് അദ്ദേഹം. ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയാണ്. അദ്ദേഹം ബനുൽ മുസ്തലിഖിൽ നിന്നുള്ള ഒരു സംഘത്തെയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച അവസ്ഥയിലാണല്ലോ ഉള്ളത്.
അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ കാര്യം അറിയാനിടയാവുന്നത്. ജക്കാത്ത് പിരിക്കാൻ വേണ്ടി വലീദ് ഇബ്നു ഉഖബയെ അവരുടെ അടുക്കിലേക്ക് അയച്ചിരുന്നുവെന്നും അവര് ജക്കാത്ത് കൊടുക്കാതെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ചെയ്യുകയും ചെയ്യാൻ മുതിർന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിഞ്ഞു. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ കാര്യം ഈ ഹാരിസ് ഇബ്നുൽ ഇറാറിനോട് പങ്കുവെച്ചപ്പോ അദ്ദേഹം പറയുന്നത്, അള്ളാഹുവാണ്, വലീദിനെ ഞങ്ങളാരും കാണുക പോലും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വേണ്ടേ ജക്കാത്ത് നിഷേധിക്കണമെങ്കിൽ, ജക്കാത്ത് കൊടുക്കാതിരിക്കണമെങ്കിൽ അദ്ദേഹം വന്ന് ഞങ്ങളെ കാണുകയോ ഞങ്ങളോട് ജക്കാത്ത് ആവശ്യപ്പെടുകയോ ചെയ്യണ്ടേ. അദ്ദേഹത്തെ ഞങ്ങള് കാണുക പോലും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ വധിക്കാൻ മുതിരുക? ഞങ്ങൾ സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകളാണ്, സത്യവിശ്വാസത്തില് അടിയുറച്ചു നിൽക്കുന്നവരുമാണ്. ജക്കാത്ത് നൽകാൻ ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല, ഞങ്ങൾ എല്ലാവരും ജക്കാത്ത് നൽകാൻ സന്നദ്ധരുമാണ് എന്നാണ് ഈ ഹാരിസ് ഇബ്നുൽ ഇറാർ ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ് ഹാരിസ് ഇബ്നു ദിറാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ബനുൽ മുസ്തലിഖ് ഗോത്രത്തിന്റെ തലവൻ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യം മനസ്സിലായി. അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് ഈ മനുഷ്യൻ വലീദ് ഇബ്നു ഉഖബ തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നത്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവര് ബനുൽ മുസ്തലിഖിനെതിരിൽ ഒരു സൈന്യത്തെ അയക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അയക്കാൻ മുതിർന്നത് എന്ന കാര്യമാണ് അവർക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുപോലെ സത്യവിശ്വാസികളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ താത്വികമായി തന്നെ ആഴമുള്ള വിധത്തില് പഠിപ്പിക്കുകയും അത് വ്യക്തമാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോ ഒരു വാർത്ത കൊണ്ടുവന്നാൽ ആ വാർത്ത വ്യക്തമായിട്ട് എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നത് പഠിക്കണം. അത് പഠിച്ചു മനസ്സിലാക്കാതെ ഒരു ആക്ഷനിലേക്ക് നീങ്ങിയാൽ, നിങ്ങൾ ആരെയെങ്കിലും അത് കാരണമായി ഉപദ്രവിക്കുകയോ അപകടപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ അതിന്റെ പേരിൽ നിങ്ങൾ തന്നെ ഖേദിക്കേണ്ടി വരും. അതാണ് വിഷയം. അപ്പം ഈ നിർദ്ദേശത്തില് ഒരു ശറഈ തത്വം അടങ്ങിയിട്ടുണ്ട്, ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ ഒരു അടിസ്ഥാന തത്വം. ആരെങ്കിലും ഒരു സംഗതി റിപ്പോർട്ട് ചെയ്താൽ അത് അതേപടി സ്വീകരിക്കാൻ പാടില്ല എന്നത്. അത് പരിശോധിക്കണം, സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും വിലയിരുത്തുകയും വേണം. ഈ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിൽക്കാലത്ത് ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാര് അത് ഹദീസിൽ സ്വീകാര്യതയുള്ളത് ഏത്, സ്വീകാര്യതയില്ലാത്തത് ഏത് എന്ന വിധത്തില് ഓരോ ഹദീസിനെയും അത് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ സത്യസന്ധതയെ വിലയിരുത്തിക്കൊണ്ട് അവര് പഠന വിധേയമാക്കിയിട്ട് അവർക്ക് 100% സത്യസന്ധതയുള്ള ആളുകളാണെന്ന് ബോധ്യപ്പെട്ടവരുടെ റിപ്പോർട്ട് മാത്രം സ്വീകരിക്കുക എന്ന മാനദണ്ഡം അവര് പിന്തുടരുകയുണ്ടായത് ഈ ഒരു ആയത്തിനെയും ഈ ഒരു സംഭവത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് അതേപടി സ്വീകരിക്കുക ഒരിക്കലും പാടില്ല എന്നതാണ്. അത് പറഞ്ഞ ആള് അയാൾ എവിടുന്ന് കേട്ടു, അയാൾക്ക് എവിടുന്ന് കിട്ടി എന്നത് അതിന്റെ ചങ്ങല അവസാനം അള്ളാഹുവിന്റെ പ്രവാചകനിൽ എത്തുന്നത് വരെ സൂക്ഷ്മമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ഒരു ഹദീസ് അവര് സ്വീകാര്യമായതായിട്ട് പരിഗണിച്ചത്. അതിന്റെ അടിസ്ഥാനം ഈ ആയത്താണ് എന്നത് കാണാൻ സാധിക്കും. അപ്പോ സ്വാലിഹികളല്ലാത്ത, സൽക്കർമ്മികളും സത്യസന്ധരുമായ ആളുകളല്ലാത്ത, മുത്തഖികളല്ലാത്ത ആരിൽ നിന്നും ഒരു വാർത്തയും സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനെ തുടർന്ന് അവര് പിന്തുടർന്ന ഒരു രീതി. അപ്പോ ഇത് മുസ്ലിം ഭരണകൂടവും മുസ്ലിം പണ്ഡിതന്മാരും വ്യക്തികളും ഒക്കെ പാലിക്കുന്ന ഒരു സംഗതിയായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹദീസ് നിദാന ശാസ്ത്രം എന്ന നിലക്ക് ഉലൂമുൽ ഹദീസ്, അതുപോലെ ഹദീസുകളുടെ
സ്വീകാര്യതയുടെ മാനദണ്ഡം തുടങ്ങിയ സംഗതികളൊക്കെ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് പിൽക്കാലത്ത്. അതുപോലെ മറ്റൊന്ന്, ഒരു കാര്യത്തിൽ സാക്ഷ്യം വഹിക്കാൻ ഫാസിഖുകളായ ആളുകൾ മുതിർന്നാൽ അത് സ്വീകരിക്കുകയില്ല എന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രം അംഗീകരിച്ച ഒരു തത്വമാണ്. ഏത് വിഷയത്തിലും സാക്ഷി ഉണ്ടോ എന്ന് നമ്മളെ കോടതി ചോദിക്കും, സാക്ഷികളൊക്കെ ഹാജരാക്കും. സാക്ഷികളെ എവിടുന്നെങ്കിലൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയതും കാശ് കൊടുത്തു കൊണ്ടുവന്നവരൊക്കെ ആയിരിക്കും. അങ്ങനത്തെ സാക്ഷികളൊന്നും ഇസ്ലാമിക കോടതി സ്വീകരിക്കുകയില്ല. അയാള് കളവ് പറയാത്ത ആളാണ്, മുത്തഖിയാണ്, ഫാസിഖല്ല എന്നത് ബോധ്യപ്പെട്ട കാര്യമാണെങ്കിൽ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അപ്പോ നബ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അത് ഞാൻ സാധാരണ ഒരു നിത്യജീവിതത്തിലെ വളരെ അപ്രധാനമായ ഒരു കാര്യത്തില് ഫാസിഖിന്റെ അഭിപ്രായം സ്വീകരിക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ടാപ്പിൽ വെള്ളമില്ല, അവിടെ നിങ്ങൾ അല്ലെങ്കിൽ അവിടെ വെള്ളം തീർന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്നാരെങ്കിലും പറഞ്ഞാൽ അയാളുടെ സത്യസന്ധത പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടേ അങ്ങോട്ട് പോകേണ്ടുള്ളൂ എന്നൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണഗതിയിലുള്ള ദൈനംദിന ജീവിത വ്യവഹാരങ്ങളുടെ കാര്യത്തില് നിങ്ങളോട് വീട്ടില് ചെന്ന് ഒരാളെ കാണാൻ വേണ്ടി അവിടുത്തെ ഭൃത്യൻ വന്നിട്ട് പറയാൻ, നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അയാൾ സത്യസന്ധമായിട്ടാണോ പറയുന്നതെന്ന് പരിശോധിച്ചിട്ടൊന്നും അതുവരെ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവിടുത്തെ ഭൃത്യനാണ്, അയാൾ സത്യസന്ധനായാലും അല്ലെങ്കിലും അവിടുത്തെ വേലക്കാരനാണെന്നുള്ളത് കൊണ്ട് അത് അനുസരിച്ച് ചെയ്യുന്നതിനൊന്നും തടസ്സമില്ല. എന്നാൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിലുള്ളത് അങ്ങനെയുള്ളതാണെങ്കിൽ അത് സൂക്ഷ്മമായി പരിശോധിച്ച് പഠിച്ച് വിലയിരുത്തിയിട്ടേ അതില് നിലപാടുകൾ എടുക്കാൻ പാടുള്ളൂ എന്നതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പോ സാധാരണ കാര്യം അല്ല, ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ അതിൽ സംബന്ധമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ധാരണ. അതുപോലെ കേട്ടത് അപ്പടി വിശ്വസിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് ഉടനെ ചാടി വീഴുക എന്നൊരു സംഗതി ഒരു കാരണവശാലും സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല എന്നതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. അതുപോലെ ഈ ഒരു തെറ്റായ നടപടി വലീദ് ഇബ്നു ഉഖ്ബയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത്, അതിന്റെ പേരിലാണ് ഈ കാര്യം അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നതും ചർച്ചയാക്കുന്നതും ഒക്കെ തന്നെ. എന്നാൽ സത്യവിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ ആയിരുന്നില്ല. അവരെ കുറിച്ചുള്ള മതിപ്പാണ് അള്ളാഹു നമ്മൾ വായിച്ച ആയത്തുകളിൽ പ്രത്യേകമായിട്ട് പ്രകടിപ്പിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങൾക്ക് സത്യവിശ്വാസം വളരെ പ്രിയങ്കരമാക്കി മാറ്റിയിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ഒരു വലിയ ആവേശമായിട്ട് തന്നെ അവൻ വെച്ചിരിക്കുന്നു, കുഫറിനോടും ഫുസൂഖിനോടും ഇസ്യാനോടും ഒക്കെ നിങ്ങൾക്ക് വെറുപ്പാണ് എന്നതാണ് സത്യവിശ്വാസികളെ കുറിച്ചുള്ള പൊതുവായ അള്ളാഹുവിന്റെ വിലയിരുത്തലും മതിപ്പ് പ്രകടിപ്പിക്കലും ഒക്കെ. അപ്പോ അധർമ്മവും അക്രമവും അന്യായവും ഒന്നും ഇഷ്ടപ്പെടുന്നവരല്ല സത്യവിശ്വാസികൾ. അപ്പൊ ഇതില് രണ്ട് വിഭാഗം ആളുകളെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, സമീപകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇസ്ലാമിന്റെ വിശ്വാസപരമായ അടിത്തറ വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടിട്ടില്ലാത്ത തൊലിപ്പുറമെ മാത്രം വിശ്വാസമുള്ള ആളുകളുടെ വിശ്വാസപരമായ ദൗർബല്യത്തെയാണ് അള്ളാഹുവിടെ വിമർശന വിധേയമാക്കുന്നതെങ്കിൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ വന്നു ചേർന്നിട്ടുള്ള ആളുകള്, അവര് ദീർഘകാലം ഇസ്ലാമിന് വേണ്ടി ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെട്ട ആളുകളാണ്. അവരുടെ നന്മയെയും അവരുടെ മഹത്വത്തെയും ഒന്നും അള്ളാഹു ഇവിടെ വില കുറച്ച് കാണുകയല്ല ചെയ്യുന്നത്. അവയെ അത്തരം കാര്യങ്ങളിൽ അള്ളാഹു അവന്റെ തൃപ്തി അറിയിക്കുകയാണ് ഈ ആയത്തുകളിൽ ചെയ്തിട്ടുള്ളത് എന്നതും കാണാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ സ്വന്തം അഭിപ്രായം പറഞ്ഞ് അതിൽ വാശി പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു നിലപാട് വിശ്വാസികളിൽ നിന്ന്
ഉണ്ടാകാൻ പാടില്ല എന്നൊരു കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന് കാര്യങ്ങൾ അറിയാനുള്ള വഴികൾ പലതും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇപ്പോ ഇതാണ് ചെയ്യേണ്ടത് എന്ന വിധത്തിൽ നിർബന്ധം പിടിക്കരുത്. നിങ്ങൾ കാര്യങ്ങൾ പങ്കുവെക്കുക, അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുക്കുന്നത് നിങ്ങൾ പറഞ്ഞതിന്റെ മാത്രം അടിസ്ഥാനത്തിലാവുകയില്ല. അദ്ദേഹത്തിന് ദൈവിക മാർഗദർശനം ലഭിക്കുന്നുണ്ട്, വഹി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും അള്ളാഹു ഈ ഘട്ടത്തില് നിങ്ങളുടെ മേൽ വലിയ ഔദാര്യവും അനുഗ്രഹവും ചൊരിഞ്ഞിരിക്കുകയാണ്. അത് കാരണമായിട്ടാണ് ഈ നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു പ്രത്യേകം പറയുന്നത്, നിങ്ങൾ ഉലൈക ഹുമുർ റാഷിദൂൻ, നിങ്ങൾ സന്മാർഗികളായി നിലകൊള്ളുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ ഫضലും നിഅമത്തും ഒക്കെയാണ്. അള്ളാഹുവാണ് കാര്യങ്ങളെ എല്ലാ നിലക്കും അറിയുന്നവനും യുക്തിജ്ഞനുമായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.